സോ വെൽക്കം. നമ്മൾ ഇനി അടുത്ത വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളിനി അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്ത ടോപ്പിക്കല്ല, അടുത്ത വീഡിയോയിലോട്ട് പോവുകയാണ്. ഓക്കെ, അടുത്ത് അബാൻഡൻസ് ആൻഡ് നമ്പർ ഓഫ് ദി ഐസോടോപ്സ്. അതായത് ഈവൻ നമ്പറുള്ള ഐസോടോപ്സുകളാണ് കുറച്ചും കൂടി, ഈവൻ നമ്പറുള്ള അറ്റോമിക് നമ്പറാണ് കുറച്ചും കൂടി അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്നത് ഓഡ് നമ്പറേക്കാൾ. ഓക്കെ, അതായത് സിമ്പിളി ഹാർക്കിൻസ് റൂൾ പറയുന്നത് എന്താണ്? എലമെൻറ്റ്സ് വിത്ത് ഈവൻ നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ ഈസ് മോർ അബാൻഡഡ് ദാൻ ദെയർ നൈബേഴ്സ്, അല്ല ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഈവൻ നമ്പർ ആണ് കുറച്ചും കൂടി ഐസോടോപ്പുകളിൽ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് കിടക്കുന്നത്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്, സ്റ്റെബിലിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പറിനാണ് കുറച്ചും കൂടി സ്റ്റേബിൾ. അപ്പോൾ അവരുടെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് നോക്കുന്നത്. ഐസോടോപ്പുകളിൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഐസോടോപ്പുകൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറലി ഒക്കറിങ്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത്രയും എഴുതാറില്ല. സിറിയ പറഞ്ഞു, നെതർലാൻഡിലെ PM സംബന്ധിച്ച് യൂറോപ്പിൽ നിന്ന് ഗോൾഡും തായ്വാനിൽ നിന്ന് ഡെയിലി ഹോർലിക്സും ഇറക്കുമതി തീരുമാനമായ നിയമത്തിൽ ഇത്രയും പഠിച്ചല്ലോ. 4 പകുതി 2, പിന്നെ 1 7 1 0 6 വരെ പഠിച്ചു. പിന്നെ സെയിം സാധനം 1 7 പകരം 7 1, നമ്മളിവിടെ 1 2 കൂട്ടി കൊടുക്കും. 1 പകരം 2 1 ആക്കി, പിന്നെ 7 1 അങ്ങനെ പഠിച്ചു. അതായത് 4 2 1 7 7 1 0 6, പിന്നെ 7 1, പിന്നെ 1 7 പകരം 1 പകരം നമ്മൾ 2 കൊടുത്തു, 2 7, പിന്നെ 7 1. ഞാനങ്ങനെ ആയിട്ട് പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇതിലും എളുപ്പമുള്ള മെത്തേഡ് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിച്ചു വെക്കാം. ഓക്കെ, 4 2 1 7 1 0 6, പിന്നെ അതുപോലെ തന്നെ 7 1 2 7 1. സോ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഈവൻ നമ്പർ ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ഈവൻ ആണെങ്കിൽ, ന്യൂട്രോൺസ് ഈവൻ ആണെങ്കിൽ സ്റ്റാബിൾ ലാന്തനൈഡ്സ് സ്റ്റാബിൾ ന്യൂക്ലിയസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 164. ഇവന് മറ്റേത് ഈവനും ഓഡാണ്. നമ്പർ ഓഫ് ദി ന്യൂട്രോൺസ് ഓഡാണെന്നുണ്ടെങ്കിൽ 55 ആണ്. പിന്നെ ഓടും ഇവന് 50, ഓട് 4. ഓക്കെ, ഇവൻ എത്ര 164, ഇവൻ ഓട് 55, ഓട് ഇവൻ 50, ഓട് 4. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇത്ര സ്റ്റാബിൾ ന്യൂക്ലിയ ഉണ്ട്. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തോട്ട് പോവാണ്, സെപ്പറേഷൻ ഓഫ് ദി ലാന്തനൈഡ് എലമെൻറ്റ്സ്. കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. ലാന്തനൈഡ്സ് എലമെൻറ്റ്സിനെ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ലാന്തനൈഡ്സ് എലമെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ ലാന്തനൈഡ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. എല്ലാത്തിനും ചെറിയ വ്യത്യാസമേ ഉള്ളൂ സൈസിൽ, അല്ലേ? സീറിയം തൊട്ട് ലന്താനം വരെ പോകും തോറും നമ്മളൊന്ന് അബ്സോർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ചെറിയ സൈസിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എന്താ, ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ജസ്റ്റ് ബിക്കോസ് ഓഫ് അവർ കാണിക്കുന്ന അവർ ട്രൈവാലൻ്റ് ആണ്, അവർ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുന്നത്. അവരുടെ സൈസിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം ഐഡൻറ്റിക്കലാണ്. അവർ എന്ത് റിയാക്ഷൻ നടത്തിയതിനും എല്ലാവരും ഒരേ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ട്. പക്ഷേ കുറച്ച് സെപ്പറേഷൻ മെത്തേഡുകളൊക്കെ നമ്മുടെ കണ്ടെത്തിയിട്ടുണ്ട്, സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലേ? കുറച്ച് സെപ്പറേഷൻ മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്താണ് പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്, രണ്ടാമത്താണ് കോംപ്ലക്സ് ഫോർമേഷൻ മെത്തേഡ്, മൂന്നാമത്തെ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയും. നാലാമത്തെ വാലൻസി ചേഞ്ച്, അഞ്ചാമത്തെ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് 1-2 നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് പ്രസിപ്പിറ്റേഷൻ മെത്തേഡാണ് പ്രസിപ്പിറ്റേറ്റീവ് ഏജൻറ്റ് ഉപയോഗിച്ച്, അതായത് കുറച്ച് പ്രസിപ്പിറ്റേറ്റീവ് ഏജൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതായത് നമ്മൾ ആ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒഴിക്കും. ഒരു പ്രസിപ്പിറ്റേറ്റീവ് ഏജൻറ്റ് നമ്മൾ ലാന്തനൈഡ്സിലോട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് സൊലിബിലിറ്റി കുറഞ്ഞ ആൾ പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഹൈഡ്രോക്സൈൽ പ്രസിപ്പിറ്റേറ്റീവ് ഏജൻ്റ് ആണല്ലോ നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റീവ് ഏജൻറ്റ് ഒഴിക്കുമ്പോൾ സൊലിബിലിറ്റി കുറഞ്ഞ ആളാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് നമ്മൾ ആ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യുന്നത് വിചാരിക്കുക. ഹൈഡ്രോക്സിൽ അയോണാണ് പ്രസിപ്പിറ്റേറ്റീവ് ഏജൻ്റായിട്ട് നമ്മൾ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യും. OH- അയോണാണ് ആഡ് ചെയ്യുന്നത് വിചാരിക്കുക. ആ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് സൊല്യൂഷനിലോട്ടാണ് ആഡ് ചെയ്യുന്നത്, ലന്താനം നൈട്രേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് LnNO3 ഓറിസുത്രൈസ്. LN ആണ് ലാന്തനൈഡ്സിന് ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് LN എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ ഹൈഡ്രോക്സിൽ അയോൺ ആഡ് ചെയ്യുമ്പോൾ വീക്ക് ബേസ് ആയ ആളുകൾ പെട്ടെന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. വീക്ക് ബേസ് ആയിട്ടുള്ള ആളുകളാണ് ആ ഒരു പ്രിസിപ്പിറ്റേറ്റ് ഏജൻറ്റ് സൊല്യൂബിലിറ്റി കുറവുള്ള ആളുകൾ എന്ത് ചെയ്യും, അതിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ സൊല്യൂബിലിറ്റി കുറവുള്ള ആളുകൾ പെട്ടെന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇത് വീക്കസ്റ്റ് ബേസ് ആദ്യം സൊല്യൂബിൾ ആവും. വീക്കസ്റ്റ് ആയിട്ടുള്ള ആൾ പെട്ടെന്ന് സൊല്യൂബിൾ ആവും. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, ലാസ്റ്റാണ് സൊല്യൂബിലിറ്റി വരിക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ OH- ആഡ് ചെയ്യുമ്പോൾ പ്രിസിപ്പിറ്റേഷൻ മെത്തേഡിലെ വീക്കസ്റ്റ് ആയിട്ടുള്ള ബേസ് പെട്ടെന്ന് സൊല്യൂബിൾ ആവും. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, അവിടെ തന്നെ അങ്ങ് കിടക്കും. ഓക്കെ, അപ്പോൾ ആരാണ് വീക്ക്, ആരാണ് സ്ട്രോങ് എന്ന് പറയണല്ലേ. അപ്പോൾ ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെ പോകുമ്പോൾ സൈസിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ലന്താനത്തിൻ്റെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല തോന്നുന്നു. ബേസിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മളിനി ഡിസ്കസ് ചെയ്യട്ടെ ബേസിസിറ്റിനെ കുറിച്ച്. ഓക്കെ, അതായത് നമ്മൾ ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെ പോകുന്തോറും എന്താണ്, ബേസിസിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോകുന്തോറും ബേസിസിറ്റി കുറയാണ് ചെയ്യുന്നത്. വീക്കസ്റ്റ് ബേസ് എന്താ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആരേക്കും പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുക, ലുട്ടേഷ്യം പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുക. അതാണ് LuOH ക്യൂബ് ആദ്യം പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും, ലുട്ടേഷ്യം ഹൈഡ്രോക്സിൽ. മനസ്സിലാക്കി വെക്കുക. സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെ പോകുന്തോറും, അങ്ങനെ നേരെ പോകുന്തോറും ബേസിസിറ്റി എന്താണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വീക്കസ്റ്റ് ബേസ് ആരായിരിക്കും, ലുട്ടേഷ്യം ആയിരിക്കും. അപ്പോൾ ലുട്ടേഷ്യം ഹൈഡ്രോക്സിലായിട്ട് അത് പെട്ടെന്ന് വീക്കസ്റ്റ് ബേസ് ആയിട്ട് അവർ പെട്ടെന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ഫസ്റ്റ് അവർ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ലാസ്റ്റ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ആരാണ്, നമ്മൾ ലന്താനാണ്. കാരണം ലാന്തനൈഡ്സിൻ്റെ ആദ്യത്തെ എലമെൻ്റ് ആരാണ്, ലന്താനാണ് അല്ലേ, ലാന്തനോയിഡ്സിൻ്റെ അല്ലേ. അപ്പോൾ ലന്താനം ഹൈഡ്രോക്സൈഡ് ആദ്യം എന്ത് ചെയ്യും, ലാസ്റ്റാണ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പെട്ടെന്ന് മാറ്റാമല്ലോ. ആദ്യം പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത ആളെ നമ്മൾ മാറ്റിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് ആര് കിട്ടും, ലുട്ടേഷ്യം കിട്ടും. പിന്നെ ഇങ്ങനെ അതിനനുസരിച്ച് മാറ്റാം അല്ലേ. ഓക്കെ, അപ്പോൾ പ്രിസിപ്പിറ്റേറ്റ് കണ്ടെയ്ൻ മോർ ഓഫ് എലമെൻറ്റ് റൈറ്റ് അറ്റ് ദ റൈറ്റ്. അതായത് പ്രിസിപ്പിറ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക റൈറ്റ് ഓഫ് ദി സീരീസിലെ റൈറ്റ് സി. അതായത് സീറിയം തൊട്ട് ലുട്ടേഷ്യം വരെ പോകുന്തോറും ഈ ഒരു ഭാഗത്തുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്, ഏറ്റവും കൂടുതൽ പ്രിസിപ്പിറ്റേറ്റായി കാണുന്നത്. മറ്റൊരു സൊല്യൂഷനിലും കിടക്കുന്നുണ്ടാവും. നമ്മൾ ലുട്ടേഷ്യമൊക്കെ എന്തായിരിക്കും, സൊല്യൂഷനിലും ലന്താനൊക്കെ സൊല്യൂഷനിലും കിടക്കും. ലന്താനം, സീറിയം, പിന്നെ അതുപോലെ തന്നെ പ്രൊമിത്തിയൊക്കെ, പ്രസോഡിമിയൊക്കെ സൊല്യൂഷനിൽ കിടക്കുന്നുണ്ടാവും. ആ പ്രിസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽട്ടർ ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കോൺസെൻട്രേറ്റ് HNO3 ഉപയോഗിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതത്ര മനസ്സിലാക്കില്ലെങ്കിലും കുഴപ്പമില്ല. പ്രിസിപ്പിറ്റേഷനിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ആരാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത് കോംപ്ലക്സ് ഫോർമേഷൻ. നെക്സ്റ്റ് അറിയാനുള്ളതാണ് കോംപ്ലക്സ് ഫോർമേഷൻ. അപ്പോൾ കോംപ്ലക്സ് ഫോർമേഷനിൽ കോംപ്ലക്സിങ് ആയിട്ടുള്ള ഏജൻ്റായിട്ട് ഒരാൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് EDT ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്. എല്ലാ അയോൺസുകളും നമ്മൾ EDT ആ സൊല്യൂഷനിലോട്ട് ഒഴിക്കുമ്പോൾ എല്ലാ അയോൺസുകളും EDTയുമായിട്ട് എന്ത് ചെയ്യും, കോംപ്ലക്സ് ഫോം ചെയ്യും. EDTയുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. EDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എത്തിലീൻ ഡൈയമീൻ അല്ലേ. അതിലെത്ര ഡോണർ ആറ്റംസ് ഉണ്ട്, 6 ഡോണർ ആറ്റംസ് ഉണ്ട്. ഇവിടെ നൈട്രജന്, ഇവിടുത്തെ ഓക്സിജൻ, ഇവിടുത്തെ ഓക്സിജൻ, 2 ഓക്സിജനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ഡോണർ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കോർഡിനേഷൻ നമ്പറിൽ നമ്മൾ കോർഡിനേഷൻ സ്റ്റേറ്റിലാണ് ഡിസ്കസ് ചെയ്യുമ്പോൾ കോർഡിനേഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് ഇതിൽ നിന്നാണ് പഠനം തുടങ്ങിയത്, കുറച്ചുകൂടി എളുപ്പമായുണ്ട്. അപ്പോൾ കോംപ്ലക്സ് ഫോം ചെയ്യും. എല്ലാ അയോൺസും കോംപ്ലക്സ് ഫോം ചെയ്യും. അതായത് ലന്താനം തൊട്ട് ലുട്ടേഷ്യം വരെ എല്ലാവരും EDTയുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് പിന്നെ നമുക്കറിയാം ലുട്ടേഷ്യമാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. നമുക്ക് ലുട്ടേഷ്യസ് വീക്ക് ബേസ് ആണെന്ന് അറിയാം. പിന്നെ ലുട്ടേഷ്യത്തിൽ നിന്ന് സൈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ലാന്തനൈഡ്സിന് എന്താണ്, സൈസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതായത് കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ ലാന്തനൈഡിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കണം, ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയും. കാരണം എന്താ, ലുട്ടേഷ്യം അപ്പോൾ എന്തായിരിക്കും, സ്മോളസ്റ്റ് അയോൺ ആയതുകൊണ്ട് ലുട്ടേഷ്യം സ്മോളസ്റ്റ് അയോൺ അല്ല. അത് ലന്താനം തൊട്ട് ലുട്ടേഷ്യം പോകും തോറും സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സൈസ് കുറയാന്ന് പറഞ്ഞാൽ സൈസ് ഒന്നായിട്ട് കുറയാന്നല്ല, ചെറിയ ഡിഫറൻസിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ലന്താനത്തിനെ സംബന്ധിച്ച് ലുട്ടേഷ്യത്തിന് സൈസ് കുറവാണ് അല്ലേ. അപ്പോൾ സ്മോളസ്റ്റ് അയോൺ ആയതുകൊണ്ട് അവർ നല്ല കോംപ്ലക്സ് ആയിരിക്കും, നല്ല തിക്ക് കോംപ്ലക്സ് ആയിരിക്കും EDTയുമായിട്ട് ഫോം ചെയ്യാം. ഓക്സാലേറ്റ്, ലാന്തനൈഡ്സിൻ്റെ ഓക്സാലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓക്സാലേറ്റ് അയൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യില്ല, ശരിക്കും ഫോം ചെയ്യില്ല. കാരണം അവർ ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യില്ല. അപ്പോൾ Ln3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ശരിക്കും
നമ്മൾ ലാന്തനൈഡ്സ് ഓക്സാലേറ്റുമായിട്ട് ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ EDTA-യുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്തതുകൊണ്ട് EDTA-യുമായിട്ട് ഇവർ കോംപ്ലക്സ് ഫോം ചെയ്തല്ലോ. അപ്പോൾ ഈ EDTA-യുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്തതുകൊണ്ട് അവർ എന്ത് ചെയ്യില്ല, ഓക്സാലേറ്റ് അയൺ ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, പ്രിസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്തേനെ. EDTA-യുമായിട്ട് കോംപ്ലക്സ് ചെയ്തുകൊണ്ട് മാത്രം അവർ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്ത് ആ സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്തു. ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള EDTA കോംപ്ലക്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. അതായത് EDTA-യുമായിട്ട് ബന്ധം കുറഞ്ഞ ആളുകൾ പെട്ടെന്ന് അങ്ങ് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ലുട്ടേഷൻ നല്ല ബന്ധമുണ്ട്, കാരണം ലുട്ടേഷൻ സ്ട്രോങ്ങസ്റ്റ് കോംപ്ലക്സ് ആയി EDTA-യുമായിട്ട് ഫോം ചെയ്യുന്നത്. പക്ഷേ ലന്താനൊന്നും അത്രത്തോളം ഫോം ചെയ്യും. അപ്പോൾ ലന്താനൊക്കെ വേഗം എന്ത് ചെയ്യും, EDTA കോംപ്ലക്സിൽ നിന്ന് വേഗം അങ്ങ് ഡിസോസിയേറ്റ് ചെയ്യും നമ്മൾ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ സീറിയം പ്രൊമിത്തിയം, അതായത് റൈറ്റ് ഹാൻഡ് ഓഫ് ദി സൈഡ് ഓഫ് ദി സീരീസിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യും, വീക്കായിട്ടുള്ള ബോണ്ടാണ് EDTA-യുമായിട്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ പിന്നെ ഓക്സാലേറ്റ് അയോൺ ആഡ് ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇൻസൊല്യൂബിൾ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യലോ. പിന്നെ നമുക്കതിനെ ഫിൽട്ടർ ഓഫ് ചെയ്യാം. മറ്റാൾ EDTA-യുമായിട്ടുണ്ടാകും, അതിന് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് സീറിയത്തിന് പ്രൊമിത്തിയനും നിയോഡിമിയൊക്കെ എടുക്കാൻ നമുക്ക് എളുപ്പം അല്ലേ. അപ്പോൾ കോംപ്ലക്സ് ഫോർമേഷനിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ EDTA ആഡ് ചെയ്യും, അപ്പോൾ എല്ലാവരും കോംപ്ലക്സ് ഫോം ചെയ്യും. നമ്മൾ ലുട്ടേഷൻ നല്ല ബന്ധം, നല്ല സ്മോളസ്റ്റ് അയോൺ ആയതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് തിക്കായിട്ട് അവരെന്ത് ചെയ്യും, EDTA-യുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഓക്സാലൈറ്റിൻ്റെ അയോൺസ്, ലാന്തനൈഡ്സിന് ഓക്സാലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻസൊല്യൂബിൾ ആണ്, കാരണം അവർ പെട്ടെന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ EDTA-യുമായിട്ട് അവർ കോംപ്ലക്സ് ഫോം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഓക്സാലൈറ്റ് ആഡ് ചെയ്ത് അവർ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യില്ല. ബട്ട് ദ റീസൺ ഈസ്, ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വീക്ക് ബോണ്ട് ഫോം ചെയ്ത് EDTA-യുമായിട്ട് കുറച്ച് ചെറിയൊരു ബോണ്ട് ഫോം ചെയ്താൽ അവർ പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ചെയ്യും. നമ്മൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെ വലിയ ബന്ധമില്ലാത്ത ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ചെറിയ തിരി കൊടുത്താൽ മതി, അവരങ്ങ് ബ്രേക്ക് ചെയ്ത് പോയിക്കോളും. പക്ഷേ കുറച്ചുകൂടി തിക്കാണെങ്കിൽ അവരങ്ങനെ നിൽക്കും. എന്ത് വന്നാൽ പുറത്തുനിന്ന് ആര് വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് വേർപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആസിഡ് കുത്തിത്തിരിപ്പ് വിചാരിച്ചാൽ മതി. അപ്പോൾ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ലീസ്റ്റ് ബന്ധമുള്ള ആൾ എന്ത് ചെയ്യും, EDTA-യുമായിട്ട് ലീസ്റ്റ് ബോണ്ട് ചെയ്ത ആൾ പെട്ടെന്ന് അങ്ങ് ഡിസോസിയേറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ആരാണ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത്, സീറിയം, ലന്താനം, പ്രൊമിത്തിയം, നിയോഡിമിയൊക്കെ പെട്ടെന്ന് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഓക്സാലേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവരങ്ങ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് പോയി. അവരെ പിന്നെ നമുക്ക് ഫിൽട്ടർ ഓഫ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് സോൾവെൻ്റ് എക്സ്ട്രാക്ഷനാണ്. സോൾവെൻ്റ് എക്സ്ട്രാക്ഷനാണ് നെക്സ്റ്റ് പറയാനുള്ളത്. നമ്മൾ LN3+, ഹെവിയർ ആയിട്ടുള്ള LN3+ പറഞ്ഞാൽ ട്രൈ-N-ബ്യൂട്ടൈൽ ഫോസ്ഫേറ്റിൽ കുറച്ചും കൂടി എന്താണ്, സൊല്യൂബിൾ ആണ്. ലൈറ്റർ ആയിട്ടുള്ള LN3+